പുസ്തകമൊക്കെ ഒന്ന് എടുക്കുക. 132 പേജ്. 132ാമത്തെ പേജ് എടുക്കുക. എന്താ പാഠത്തിന്റെ പേര്? ദി ലാസ്റ്റ് ലീഫ്. എന്താണ്? ദി ലാസ്റ്റ് ലീഫ്. ഈ പുസ്തകത്തിലേക്ക് നോക്കിയിരിക്കുക. ടു ഗ്രീൻവിച്ച് വില്ലേജ് many people came who were interested in art. മോളടാ. They liked the bohemian life of the village and they enjoyed living among so many artists. The buildings and apartments were often very old and dirty, but this only added to the interest of the place. മനസ്സിലായില്ലേ? മനസ്സിലായോ? മനസ്സിലായോ എനിക്ക്? മനസ്സിലാവണില്ലേ? മനസ്സിലാവണില്ല. എന്താ നിനക്ക് മനസ്സിലാവാത്തത്? ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. പുസ്തകത്തിലെ നോക്കിയിരിക്കടാ. അവിടെ At the top of an old 3-story brick house, Siu and Joanna had their studio. എന്താ എന്റെ മുഖത്ത് കണ്ണും കുറിച്ച് എന്നെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. പുസ്തകത്തിലേക്ക് നോക്ക. ചിരിക്കടാ. പുസ്തകത്തിലേക്ക് നോക്കടാ. പുസ്തകത്തിലേക്ക് നോക്ക്. അഴുതകള്. Johnsy was the familiar name of Joanna. മനസ്സിലായോ? മനസ്സിലായടാ? One of them was from the state of Maine and other from California. മോളടാ. They had met the restaurant of an 8th Street hotel. Both were artists who had recently come to New York to make their living. Okay. മോളടാ. That was in May. In November, a cold, unseen stranger that was in May. In November, in November, a cold, unseen stranger whom the doctors called pneumonia stalked about the city. Sir, ഈ സ്റ്റോക്ഡ് എന്ന് വെച്ചാ എന്താ? എന്താ സ്റ്റോക്ഡിന്റെ മീനിങ്? ബാക്കിയെല്ലാം നിനക്ക് മനസ്സിലായോ? ബാക്കിയെല്ലാം നിനക്ക് മനസ്സിലായോ? ഏകദേശം. ഏകദേശം. എന്നാ ഇതിന്റെ അർത്ഥം വീട്ടിൽ പോയിട്ട് ഡിക്ഷണറിയിൽ നോക്കുക കേട്ടാ. എന്നിട്ട് പഠിച്ചിട്ട് ഇങ്ങോട്ട് വരിക. അപ്പൊ നാളെ ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കും. അപ്പൊ നീ അതിന് ഉത്തരം എനിക്ക് പറഞ്ഞു തരണം കേട്ടാ. അല്ല, എനിക്ക് അർത്ഥം വേണ്ട. അർത്ഥം വേണ്ട. അപ്പൊ ഇരിക്കടാ. വീട്ടിൽ പോയിട്ട് നോക്കി പഠിക്കും. ചോദിക്കാന്ന് ബാക്കിയെല്ലാം പഠിച്ചു കഴിഞ്ഞവൻ. ഞാൻ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? എന്നാ പഠിക്കണ കുട്ടികളും അങ്ങനെയാ. എവിടെ നമ്മൾ തുറക്കി വെച്ച് ഏതാ പറഞ്ഞേ? that was in May. In November, a cold, unseen stranger. Hey. ഹലോ. അതൊരു കാര്യം ചെയ്യാം, ഞാൻ വരുമ്പോ വാങ്ങിക്കാം. ഇവിടെ ക്ലാസ്സിലാണ്. ശരി ശരി, ഓക്കെ ഓക്കെ, വെച്ചോ. unseen stranger whom the doctors called. എന്താ അവിടെ ഒരു ശബ്ദം? ആരാതെ? അവിടെ എഴുന്നേറ്റ് നിനക്ക്. എന്താ നിനക്ക് പ്രശ്നം? മനസ്സിലാകണില്ലെന്ന് പറഞ്ഞതാ. ഒട്ടും മനസ്സിലാവണില്ലേ? ഇല്ല. എന്നാ അവിടെ വന്നോ. ഞാൻ ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ?
ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ ഇവിടെ? To Greenwich Village, many people came who were interested in art. They liked the bohemian life of the village and they enjoyed living among so many artists. ഇത് മനസ്സിലാവില്ല പറഞ്ഞവൻ എന്ത് ചെയ്യും? The buildings and apartments were often very old and dirty. ഞാൻ പറഞ്ഞത് മാഷിനെ പെടുത്താൻ കിട്ടിയ അല്ല, നമ്മളിവിടെ വന്ന് വെറുതെ ഇരിക്കുകയാണ്. 4 മണി കഴിഞ്ഞാലും നമുക്ക് വേറെ പരിപാടി ഒന്നുമില്ല. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത് നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്താൽ നമുക്ക് അതിനുള്ള ഗുണം കിട്ടും. നമ്മൾ പണിയെടുക്കണ്ടേ? നമ്മൾ ചേരുക, നമ്മുടെ കീഴെ നമുക്ക് പരിചയമുള്ള 2 ആളെ ചേർക്കാം. പിന്നെ ഇന്ത്യനെ വരെ വിലക്ക് മേടിക്കാനുള്ള പ്രാപ്തിയുണ്ട് നമ്മുടെ എം ഡിക്ക്. ആ ഇപ്പൊ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞില്ലേ, ആ ഖത്തറിന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖത്തർ നമ്മുടെ കമ്പനി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഖത്തറിൽ നമുക്ക് ഓഹരി ഉണ്ടാവും. ഇപ്പൊ സാറ് ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? സാറ് ഇവിടെ ചേരുക. എന്നിട്ട് സാറിന് ഏറ്റവും അടുപ്പവും പരിചയമുള്ള നല്ല ഉത്സാഹമുള്ള 2 പേരെ ജോയിൻ ചെയ്യിക്കണം. അപ്പൊ ഞാൻ ചേർന്നിട്ട് എനിക്ക് വിശ്വാസമുള്ള 2 ആൾക്കാരെ ഞാൻ ചതിക്കണം. അങ്ങനെ ചതിക്കണല്ല, ഇപ്പൊ നമ്മ ചതിച്ചില്ലേ തന്നെ ആരെങ്കിലും വന്ന് ചതിച്ചോളൂ. നമ്മള് ചേർക്കണം. എനിക്കിപ്പോ ഇന്ന് ഇതിന്റെ ഒരു മീറ്റിംഗ്. സാറേ നാളെ ചോറ് കൊണ്ടുവരണ്ട. ചോറ് കൊണ്ടുവരണ്ട നാളെ. എന്താ കാര്യം? പുതിയൊരു ബിരിയാണി യൂട്യൂബിൽ കണ്ടു, നാളെ പരീക്ഷിക്കാം. അങ്ങോട്ട് തുറക്കണില്ല. അങ്ങോട്ട് വിളിക്കൂ. ഇങ്ങനെ വലിച്ചു പൊട്ടിക്കും. ശരി. അതെ, ഈ മണ്ടോദരി ടീച്ചർ. അതെ, നിങ്ങള് വരാൻ പറഞ്ഞ് ഞാന് ബസാമിന്റെ വാപ്പയാണേ. എങ്ങനെയുണ്ട് മോന്റെ പഠിത്തം? അതിപ്പോ ഞാൻ നിങ്ങളോടല്ലേ ചോദിക്കണ്ട്, എങ്ങനെയുണ്ട്? ആകെ 3 വിഷയത്തിന് അവൻ ജയിച്ചേക്കണേ, ബാക്കിയൊക്കെ തോറ്റു. അതെ, അത് തോറ്റ തന്നെയാണ്. പറഞ്ഞ ഒരു കാര്യം അനുസരിക്കില്ല. അവന് മലയാളം അറിയില്ലേ? എന്നോട് മലയാളം പറയണ, ഇവിടെ എന്താ പറയണേ? എന്ന് ഞാൻ പറയണത് ഒന്നും അവന് മനസ്സിലാവണില്ല. മര്യാദക്ക് ഹോംവർക്ക് ചെയ്യില്ല. കുട്ടി സ്കൂളിൽ പോയി എന്ന് പറഞ്ഞിട്ട് എല്ലാം ആവില്ല. വൈകുന്നേരം വരുമ്പോ ചോദിക്കുക. എനിക്ക് പെയിന്റിന്റെ പണിയാണ്. ഈ വീടുകളൊക്കെ പെയിന്റ് ചെയ്യാൻ പോല്. ഞാൻ നേരം വെളുക്കുമ്പോ എന്റെ ബ്രഷും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ പെയിന്റിങ്ങിന് പോകും. അന്തിപാതിരക്കാണ് ഞാൻ കയറി വരണേ. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിണ്ടോ? ഇന്നേ വരെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം ഓനിക്ക് ഞാൻ മേടിച്ചു കൊടുക്കാണ്ടിരുന്നിട്ടില്ല. ഒരു പേന, ബോക്സ് വേണച്ചാ അത്, ബാഗ് വേണച്ചാ അത്, പിന്നെ ഫീസ്, പിന്നെ സ്റ്റാമ്പ്. എന്താ ഇത് പോസ്റ്റ് ഓഫീസാ? ഇവിടെ ആവശ്യമില്ലാത്തൊക്കെ ചോദിക്കണ്ടല്ലോ. പിന്നെന്താ അധ്യാപകരെന്തോ ഒരു പരിപാടി അതുണ്ട് പറഞ്ഞിട്ട് അതിന്റെ കായി ഇതൊക്കെ നിങ്ങൾ ചെയ്യണുണ്ട്. അല്ല, അപ്പൊ അതന്നെ പറഞ്ഞ 750 ഉറുപ്പ്യാണ് ഇക്ക് കൂലി. ഇതുകൊണ്ട് ഞാൻ ഈ വക കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പണിക്ക് പോകണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ അധ്യാപകരല്ലേ, നിങ്ങൾക്ക് എത്ര കൂലി? കൂലിയുടെ കാര്യം തന്നെ പറഞ്ഞേ. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കൂലി കിട്ടിയിട്ട് നിങ്ങളുടെ പണി നിങ്ങൾക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റണില്ല. പഠിക്കണവരുണ്ട്. ഞാൻ ചോദിക്കണത് എല്ലാ കുട്ടികൾക്കും ഒരേ ബുദ്ധി ഒന്നല്ല. അത് നിങ്ങൾ മനസ്സിലാക്കും. പിന്നെ എല്ലാവരും വക്കീലിന്റെ ഡോക്ടറിന്റെ വീട്ടിൽ നിന്നല്ല എല്ലാ കുട്ടികളും ഇറങ്ങി വരണേ. അതിന്റെ ബുദ്ധിമുട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അത് മനസ്സിലാക്ക്. അതെ, വെറുതെ ബഹളുണ്ടാക്കാൻ പാടില്ല. ഇത് സ്കൂളാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ചെവി കേൾക്കും. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ ഇങ്ങോട്ട് കുട്ടികളെ അയക്കണത് ഇത് സ്കൂളാണെന്നുള്ള നിലക്കാ. ടീച്ചറെ എന്തിനാ വിളിച്ചേ? ആര് വിളിച്ചു? ഇത് മുട്ടുന്ന ഒച്ച കിട്ടിയല്ല. അതെ, പുള്ളിയെ മുട്ടിയത്. അല്ല, ഇതിപ്പോ നിങ്ങക്ക് വരാനുള്ളതെന്നറിയില്ല. ഞങ്ങൾ പോയിക്കോളി, തിരിച്ചട്ടിണ്ട്. ഞാനത് വർത്താനത്തിലാക്കിയാണ്. നിങ്ങള് വർത്താനം നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ടീച്ചറെ. ഞാൻ പറഞ്ഞ എന്താണ് നിങ്ങൾ അതാ പറയണ. ഒരു കുട്ടീനെ ഒരു സ്കൂളിലേക്ക് വിടുമ്പോ ആ കുട്ടീനെ നിങ്ങൾ അധ്യാപകര് നന്നായി പഠിപ്പിക്കും എന്നുള്ളൊരു ഇതുകൊണ്ടാണ്. നിങ്ങളിനൊക്കെ നല്ല ബഹുമാനം ഉണ്ട് ഞങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ ഗവൺമെന്റിന്റെ ശമ്പളം മേടിക്കണം. നിങ്ങൾ മനസ്സിലാക്കിക്കോളെ. ഞാൻ ഒരു പെയിന്റ് പണിക്കാരനാണ്. ഞാൻ അവിടെ കായ് മേടിച്ചത് നന്നായി പെയിന്റ് ചെയ്തിൽ പിറ്റേന്ന് നിൽക്ക് പണിയില്ല. ഇവിടെ നിങ്ങൾക്ക് ആ പേടിക്കാനില്ല. എന്തായാലും ശമ്പളം കിട്ടും, കുട്ടികളെ പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും. അപ്പോ അടുത്ത ക്രിസ്മസ് പരീക്ഷ വരുമ്പോ
ഞാൻ എന്റെ കൂട്ടറെ പരീക്ഷ പേപ്പർ നോക്കും. അതിൽ അവനകത്ത് തോറ്റുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരൂ. നിങ്ങൾ ഈ ഗവൺമെന്റിന്റെ ശമ്പളം മേടിച്ചിട്ട് എന്ത് പണിയപ്പെട്ട് എടുക്കണേ ചോദിക്കാനായിട്ട്. അതിന്റെ മറുപടി ഇക്ക് തരണട്ടോ. ഇപ്പൊ ഞാൻ പോവാൻ എനിക്ക് പണിയുണ്ട്, അതുകൊണ്ടാണ്. എന്ത് പറയും? ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് സമാധാനം പറയും എന്ന് പറഞ്ഞേ. വിവരമില്ലാഞ്ഞിട്ടാണേ. പക്ഷെ ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളിൽ നമുക്ക് ഇതുപോലെ തന്നെ നെറ്റ്വർക്കിൽ വേണ്ടത്. അയാളുടെ പേരൊന്ന് കുറിച്ച് വെക്കാം. ആരുടെ പാത്രമാണത്? എന്റെ പൊന്നു സാറേ, ഞാൻ എന്തിനാണ് അയാളെ വിളിച്ചതെന്നാണ്. അയാളുടെ പേര് കോയ. കോയ കോയ കോയ. കോയ. നാളെ ബിരിയാണി ഇല്ലട്ടാ. അതാ എന്റെ എല്ലാം മൂടും. ഇതും അതുകൊണ്ട് കൂട്ടി കുഴക്കണ്ട. ബിരിയാണി ഒക്കെ ഉണ്ടായിക്കോട്ടെ. ആ മൊബൈൽ അവിടെ വെക്കാന് എന്ത് ഉദ്ദേശിക്കണേ? ആ മാസുമാരുടെ വായിലിരിക്കണ മുഴുവൻ കേട്ട് ഞാനാണ്. എന്തിനു ഇവിടുന്ന് പോണേച്ച് പഠിക്കണില്ലേ? അവിടെ വല്ലതും പഠിപ്പിക്കണ്ടേ? അപ്പം വായ തുറന്നാണ് പറഞ്ഞു വിടണം. അയ്യക്ക് അവിടെ ആർക്കും മനസ്സിലാവുന്നില്ല, ആർക്കും മനസ്സിലാവാറില്ല. ഒരു കുട്ടികൾക്കും മനസ്സിലാവണില്ലേ? ആകെ പഠിപ്പിക്കുന്ന മനസ്സിലാവും നമ്മുടെ ഉണ്ണിസാറിന്റെ. എന്താ ഉണ്ണി സാർ എന്താ എടുക്കണേ? കോമഡി. കോമഡിയോ? അങ്ങനെ ഒരു ദിവസം ഉണ്ടോ അവിടെ? സാറന്മാരില്ലാത്ത സമയത്ത് അതാണ് ഞങ്ങളുടെ സബ്ജക്ട്. എന്തെന്നാ പടച്ച റബ്ബേ ഈ പറയണ? എന്തിനാ പിറ്റേനൊക്കെ സ്കൂളിൽ വിടണേ? എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, യൂട്യൂബിൽ മരമായും ഫുള്ളായിട്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലല്ലോ, എങ്ങനെയാണ് നിയാസെ അത് ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി മുതൽ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മരമായം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ എപ്പിസോഡുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇനി ഇങ്ങനെ ഒരു സംശയം വേണ്ട, മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ.